നമസ്കാരം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു വർഷമാണ് മുന്നിലുള്ളത്. തൊഴിൽ രംഗത്ത് ഉയർച്ച പ്രകടമായി അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെ നിർലോഭമായ സഹകരണം ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കും. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാൻ തയ്യാറാകും. വിദേശവുമായി ബന്ധപ്പെട്ട് ധനലാഭം ഉണ്ടാകാം. ഇപ്പോഴുള്ള ഗ്രഹം വിട്ട് പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറാം. പൊതുവെ ഈശ്വരാധീനം അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും മുന്നിലുള്ളത്. കുടുംബജീവിതം സന്തോഷകരമായി അനുഭവപ്പെടും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും വിജയിക്കുവാനും ഈ കാലത്ത് കഴിയും. വ്യാപാരത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. അധ്വാനഭാരം വർദ്ധിക്കും. ശാരീരിക ക്ലേശങ്ങളെയും രോഗാവസ്ഥകളെയും ഇടയ്ക്കിടെ നേരിടേണ്ടി വരും. അതിനാൽ തന്നെ കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഇടവരും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ സുഖസൗകര്യങ്ങൾക്കായി പ്രത്യേക ശ്രദ്ധ പുലർത്തും. വേണ്ടപ്പെട്ടവരുടെ വിയോഗം നേരിട്ടേക്കാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. ഓരോ വ്യക്തിയുടെയും ദശാകാലം, അപഹാരം, ഛിദ്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാധിസ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, പ്രായം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ നാഥൻ ബുധനാണ്. രാശ്യാധിപൻ ചന്ദ്രനും ദേവത സർപ്പങ്ങളുമാണ്. ആയില്യം നക്ഷത്രക്കാർ ഈ കാലയളവിൽ നവഗ്രഹ ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിപ്പോരുന്നത് ദുരിതപരിഹാരത്തിന് ഗുണകരമാകും. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പച്ച, വെള്ള എന്നീ നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ബുധപ്രീതിക്ക് സഹായകരമാകും. ദിവസേന ഭക്തിപൂർവം ഓം സർപ്പേഭ്യോ നമ എന്ന മന്ത്രം ജപിക്കുന്നത് നക്ഷത്രദേവതയായ സർപ്പപ്രീതിക്ക് ഉപകരിക്കും. ഇത് അനുകൂല ഫലാനുഭവങ്ങൾക്ക് സഹായകരമാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.